പഠിക്കാൻ പോകുന്നത് സീറോ ബേസ്ഡ് ബഡ്ജറ്റാണ്. അപ്പോൾ സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ പേരിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പൈസയൊന്നും അല്ലെന്നുണ്ടെങ്കിൽ പൈസയൊന്നും പെട്ടെന്ന് കരുതത്തില്ല ആ ബഡ്ജറ്റിൽ. അതാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റ്, അല്ലെങ്കിൽ ZBB എന്ന് പറയും. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യയിൽ ഒരു 1986 ഒക്കെ ആയപ്പോഴാണ് ഈ ഒരു ബഡ്ജറ്റിംഗ് ടെക്നിക്ക് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അത് സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒരു കഥ കൊണ്ട് നമുക്ക് ഈ ഒരു ക്ലാസ് തുടങ്ങാം. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഇല്ലേ, ഫിനാൻസ് മിനിസ്ട്രി, അപ്പോൾ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു അവരുടെ പ്രോഗ്രാം, അവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസും ആക്ടിവിറ്റീസും ഒക്കെ എക്സ്പെൻഡിച്ചർ അത് റിവ്യൂ ചെയ്തിട്ട് എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യണമെന്ന്. അപ്പോൾ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സീറോ ബേസ്ഡ് ബഡ്ജറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, സീറോ ബേസ്ഡ് ബഡ്ജറ്റ് അഡോപ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. എനിവേ, നമുക്ക് സീറോ ബേസ്ഡ് ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാം. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ബഡ്ജറ്റിംഗ് സ്റ്റാർട്ടഡ് ഫ്രം സീറോ ബേസ് എവറി ഫിസിക്കൽ ഇയർ. എല്ലാ ഫിസിക്കൽ ഇയറിലും സീറോ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബഡ്ജറ്റിംഗ് ടൈപ്പാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇവിടെ മാനേജേഴ്സിന് ഒരു കുഴപ്പമുണ്ട്, മാനേജേഴ്സിന് ഒരു പണിയുണ്ട്. എന്താണ്? അവിടെ ഓരോ കാര്യത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പെൻസസ് എന്ത് ചെയ്യണം, ഇവിടെ വിത്ത് ജസ്റ്റിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് പറഞ്ഞു കൊടുക്കണം. വിത്ത് ജസ്റ്റിഫിക്കേഷൻ മാനേജേഴ്സ് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് അല്ലെങ്കിൽ സീറോയിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. മാനേജേഴ്സ് എന്ത് ചെയ്യണം, ഓരോത്തിൻ്റെയും ചെലവുകളും എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ റീസണും കൂടെ ചേർത്ത് പറഞ്ഞിട്ട് വേണം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്, സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള മെത്തേഡാണ്. അത് ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് മെത്തേഡിനെ റിവേഴ്സ് ചെയ്യും. അതിൻ്റെ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് മെത്തേഡ് ഏതാ? നമ്മൾ നേരത്തെ പഠിച്ച ഇൻക്രിമെന്റൽ ബഡ്ജറ്റിംഗ് ആണ്. അപ്പോൾ ആ ഇൻക്രിമെന്റൽ ബഡ്ജറ്റിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ റിവേഴ്സ് ആയിട്ടുള്ള വർക്കിംഗ് പ്രോസസ് ആയിരിക്കും എന്ന് പറയുന്നത് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിങ്ങും ഉണ്ട്. ഇനി ഇത് മെയിനായിട്ടും പ്രയോറിറ്റി ഏരിയാസിന് റാങ്ക് കൊടുക്കുന്നുണ്ട്. മറ്റടുത്ത് പ്രയോറിറ്റി ഏരിയാസിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലായിരുന്നു. ഇവിടെ നമ്മൾ പ്രിയോറിറ്റി ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ ആർക്കാണോ ഈ ഒരു ബഡ്ജറ്റിംഗ് പ്രിപ്പയർ ചെയ്യുന്ന അവരുടെ ഇമ്പോർട്ടൻസും റിക്വയർമെൻറ്റ്സും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് അവർ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ പ്രയോറിറ്റി ഏരിയാസിലായിരിക്കും. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ ഡെഫിനിഷനിൽ എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം സീറോ ബേസ് എവറി ഫിസിക്കൽ ഇയർ. And in this, the managers need to submit the detailed expenses of the approved budget with justification, and they should be started from the zero. And the zero-based budgeting method is a method of planning and decision making which reverses the working process of traditional budgeting. ഇത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഡെഫിനേഷൻ ആയതുകൊണ്ട് നമുക്ക് 2 മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അസംഷൻ ആണ്. നമ്മൾ നേരത്തെ ഇൻക്രിമെന്റൽ ബഡ്ജറ്റിനകത്ത് അസംഷൻ പഠിച്ച പോലെ ഈ സീറോ ബേസ്ഡ് ബഡ്ജറ്റിന്റെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ബഡ്ജറ്റിനെ പോലെ ഒരിക്കലും ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ല, ഒരു ബാലൻസും ക്യാരിഡ് ഫോർവേഡ് ചെയ്യുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന എക്സ്പെൻസസ് അത് അവിടെ തന്നെ നിർത്തും, അവിടുന്ന് ഒരു പൈസയും നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നില്ല. അതുപോലെ തന്നെ കറണ്ട് ഇയറിൽ എക്സ്പെൻസസ് പ്രീവിയസ് ഇയറിലെ എക്സ്പെൻസസുമായിട്ട് ഒരു രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് അസംഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫീച്ചേഴ്സിലേക്ക് പോകാം. മെയിനായിട്ട് ഈ ബഡ്ജറ്റിൽ നിന്ന് തന്നെ സീറോയിൽ നിന്ന് അല്ലെങ്കിൽ സ്ക്രാച്ചിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് മെയിനായിട്ടും ഒരു ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്, ഇമ്പോർട്ടൻസിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ആക്ടിവിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രയോറിറ്റൈസ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ആവശ്യത്തിനനുസരിച്ച് ആക്ടിവിറ്റീസിനെ കണ്ടുപിടിക്കുകയും പ്രയോറിറ്റൈസ് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് ഫണ്ടിന്റെ കാര്യമാണ് നെക്സ്റ്റ്. ഫണ്ടിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും എല്ലാ ഓൾട്ടർനേറ്റീവ് സോഴ്സസും നോക്കുന്നുണ്ട് ഫണ്ടിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? കാരണം നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എല്ലാ പോസിബിൾ ഓൾട്ടർനേറ്റീവ് സോഴ്സസും എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ടിന് വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എക്സ്പെൻസസിന്റെ എസ്റ്റിമേഷൻ നടത്തുന്നത്. പിന്നെ ഇതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത് ആക്ഷൻ ഓറിയന്റഡും ഡൈനാമിക്കും ആയിരിക്കും. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ്ങും, ആക്ഷൻ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്തത് അതിനനുസരിച്ചും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ബഡ്ജറ്റാണ് ഇത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത്
ആ ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ചിങ് അല്ലെങ്കിൽ ഡൈനാമിക് ആൻഡ് ആക്ഷൻ ഓറിയന്റഡ് ആണ്. അതുപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യേണ്ട ആ ഒരു റേഞ്ച് ഓഫ് പോസിബിലിറ്റിയിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മൾ ഇന്ന കാര്യങ്ങളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കാശേ ആവത്തുള്ളൂ. പക്ഷേ വേറെ രീതിയിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാശാവും. അപ്പോൾ എന്താണ്, നമുക്കൊരു ലിമിറ്റ് ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങാൻ പോവുകയാണെങ്കിൽ പോലും എന്താണ്, നമ്മൾ ഓൺലൈനിലാണ് വാങ്ങുന്നതെങ്കിൽ അപ്പം നമ്മുടെ ബഡ്ജറ്റ് ഒരു 150 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 0 to 150 ഉള്ളിലുള്ളതല്ലേ നമ്മൾ നോക്കത്തുള്ളൂ. അതാണ് പറയുന്നത്, കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ആ റേഞ്ച് ഓഫ് പോസിബിലിറ്റീസിനകത്ത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഫീച്ചേഴ്സ്. ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ സീറോ അല്ലെങ്കിൽ സ്ക്രാച്ചിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അതിൻ്റെ നീഡിനനുസരിച്ച് ആക്ടിവിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ, പ്രയോറിറ്റൈസ് ചെയ്യുകയും ചെയ്യും. ഓൾട്ടർനേറ്റീവ് റിസോഴ്സസ് എല്ലാ പോസിബിൾ ഓൾട്ടർനേറ്റീവ് റിസോഴ്സസും ഇവാലുവേറ്റ് ചെയ്യും ഫണ്ടിന് വേണ്ടിയിട്ട്. പിന്നെ എസ്റ്റിമേഷൻ ഓഫ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിനകത്ത് നിൽക്കും. പിന്നെ മെത്തേഡ് എന്ന് പറയുന്നത് ആക്ഷൻ ഓറിയന്റഡും ഡൈനാമിക്കും ആയിരിക്കും. റേഞ്ച് ഓഫ് റെസ്പോൺസിബിലിറ്റീസിനകത്തായിരിക്കും വർക്ക് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്, കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട്. ഇനി മറ്റതിനകത്ത് ഇല്ലാത്ത ഒരു എക്സ്ട്രാ ഇതെന്ന് പറഞ്ഞ സ്റ്റെപ്പാണ് ഇതിനകത്ത് ഉള്ള ഹെഡിങ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസേഷണൽ പ്രോഗ്രാം, നമുക്ക് എവിടെയാണോ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആ ഒരു ഓർഗനൈസേഷണൽ പ്രോഗ്രാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഓർഗനൈസേഷണൽ പ്രോഗ്രാമിനെ പല പല ഭാഗങ്ങളായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ ഭാഗങ്ങളിലെയും നമ്മൾ ഡിസിഷൻ പാക്കേജസ് എന്ന് വിളിക്കും. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ പ്രോഗ്രാം ഇങ്ങോട്ട് എടുത്തു, അതിനെ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്ത് വെച്ചു. ഈ ഒരു ഓർഗനൈസേഷണൽ പ്രോഗ്രാമിൽ നമ്മൾ പല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഓരോ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഡിസിഷൻ പാക്കേജസ് എന്ന് വിളിക്കുന്നു. ഇനി ഓരോ ഡിസിഷൻ പാക്കേജസിനും അതിൻ്റെതായ ഗോൾസ്, അതിൻ്റെതായ ആക്ടിവിറ്റീസ്, അതിൻ്റെതായ നീഡ്, റിസോഴ്സസ് ഒക്കെ സെറ്റാക്കി വെക്കുന്നു. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ സീറോ ബേസിസിൽ പ്രയോറിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം, ഓരോ പാക്കറ്റിനും അല്ലെങ്കിൽ ഓരോ ഡിസിഷൻ പാക്കേജസിനും എന്ത് ചെയ്യണം, അവരുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഇനി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു, പക്ഷേ ഈ കോസ്റ്റ് നമുക്ക് മൊത്തം പൈസ കൊടുക്കാൻ പറ്റുമോ, ഇല്ല. നമ്മുടെ ഫണ്ടിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചും നമ്മുടെ റിസോഴ്സസിന് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഓരോ ഡിസിഷൻ പാക്കേജസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബഡ്ജറ്റ് പീരീഡിൽ ഫണ്ട് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ഇപ്പോൾ കോസ്റ്റ് നമ്മൾ ആദ്യം അനലൈസ് ചെയ്ത് വെച്ചു, പക്ഷേ ആ കോസ്റ്റ് നമുക്ക് മൊത്തം കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഫണ്ടിന്റെ അവൈലബിലിറ്റിയും റിസോഴ്സിന്റെ അവൈലബിലിറ്റിയും അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റെപ്സ് ഞാൻ ഒന്നുകൂടെ പറയാണ്. ഫസ്റ്റ് നമ്മൾ ഓർഗനൈസേഷൻ പ്രോഗ്രാം ഐഡന്റിഫൈ ചെയ്തു, അതിനെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളാക്കി ഡിസിഷൻ പാക്കേജസുകളാക്കി വെച്ചു. എന്നിട്ട് ഓരോ ഡിസിഷൻ പാക്കേജസിനും അവരുടേതായ ഗോൾസും ആക്ടിവിറ്റീസും നീഡ്, റിസോഴ്സസും കൊടുത്തു. ഇനി ഇവർക്ക് ഓരോ പാക്കേജസിനും അവരുടെ സീറോ ബേസിസിൽ പ്രയോറിറ്റിക്ക് അനുസരിച്ച് അവരുടെ കോസ്റ്റിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ ഈ കോസ്റ്റ് നമുക്ക് മൊത്തം കൊടുക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ നമ്മുടെ ഫണ്ടിന്റെ അവൈലബിലിറ്റി, റിസോഴ്സിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് വേരിയസ് ഡിസിഷൻ പാക്കേജസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ബഡ്ജറ്റ് പീരീഡിൽ ഫണ്ട്സ് കൊടുക്കുന്നു. ഇതാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ്. നെക്സ്റ്റ് നമ്മൾ അഡ്വാൻറ്റേജസിലേക്കും ഡിസഡ്വാൻറ്റേജസിലും ഒക്കെയാണ് പോകുന്നത്. എന്തായിരിക്കും അഡ്വാൻറ്റേജസ്? മെയിനായിട്ട് എന്താണ്, നീഡിനനുസരിച്ച്, പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. പ്രയോറിറ്റി ഏരിയാസിന് ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനാമിക് ആയതുകൊണ്ട്, ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ഒരുവിധപ്പെട്ട ഓർഗനൈസേഷൻ പ്രോഗ്രാമിനൊക്കെ ഇത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് ചെയ്യുന്നത്. പിന്നെ ബെനഫിറ്റ്സും നീഡ്സിനനുസരിച്ചും ആയിരിക്കും റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ബെനിഫിറ്റ്സിനും നീഡ്സിനും അനുസരിച്ച് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്താലുള്ള ഗുണം എന്താണ്, നമുക്ക് അവിടെ വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും അല്ലേ. അപ്പം അത് നമുക്ക് പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റും. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ലോജിക് അനുസരിച്ച് അല്ലെങ്കിൽ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ് ഒരു സബ്ജക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷനും കോർഡിനേഷൻ. ഒരു ഓർഗനൈസേഷനകത്തുള്ള കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സ്റ്റാഫിന്റെ മോട്ടിവേഷൻ കൂടും. എന്തുകൊണ്ടാണ്, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എന്താണ്, സ്റ്റാഫിന്റെ മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പം അവരുടെ ഇനിഷ്യേറ്റീവും റെസ്പോൺസിബിലിറ്റിയും ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ റെസ്പോൺസിബിലിറ്റി, എല്ലാ ഇനിഷ്യേറ്റീവ് ഒക്കെ നമ്മൾ എടുക്കും അല്ലേ. അപ്പം അതേപോലെ തന്നെ സ്റ്റാഫിൻ്റെ ഇടയിൽ മോട്ടിവേഷൻ ഉണ്ടാക്കും, ഹയർ ഇനിഷ്യേറ്റീവ്, റെസ്പോൺസിബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഉണ്ടാകും. പിന്നെ മാനേജേഴ്സ് എന്ത് ചെയ്യും, അവരുടെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുകയും അവർക്ക് നല്ല രീതിയിൽ ഈ ഒരു റിസോഴ്സൊക്കെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, കോസ്റ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് വളരെ ടൈം കൺസ്യൂമിങ് ആൻഡ് എക്സ്ഹോസ്റ്റീവ് ആയിരിക്കും. കാരണം ഓരോ പ്രോഗ്രാമിനകത്തെയും ഡിസിഷൻ പാക്കേജസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതും അവരുടെ പ്രോബ്ലംസ് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ബഡ്ജറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ വളരെ ടൈം കൺസ്യൂമിങ്, എക്സ്ഹോസ്റ്റീവ് ആണ്.
പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിസിഷൻ യൂണിറ്റ്സിനെയും ഡിസിഷൻ പാക്കേജസിനെയും ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ മെയിനായിട്ടും എവറി ഡീറ്റെയിൽഡ് ജസ്റ്റിഫിക്കേഷൻ ഓഫ് ദ എക്സ്പെൻഡിച്ചർ. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ഓരോ എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് എക്സ്പെൻഡിച്ചർ വിത്ത് ജസ്റ്റിഫിക്കേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം അത് വളരെ ഒരു പ്രശ്നമുള്ള കാര്യമാണ്, എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മാനേജറിൻ്റെ ഹോണസ്റ്റി, അതായത് സത്യസന്ധരായിട്ടുള്ള മാനേജേഴ്സ് ഉണ്ടെങ്കിൽ, കാരണം മാനേജേഴ്സിൻ്റെ കയ്യിലാണ് മെയിൻ ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ആ മാനേജേഴ്സിൻ്റെ ഹോണസ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് റിലയബിളും യൂണിഫോമും ആയിരിക്കണം. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിന് വേണ്ടിയിട്ട് എന്താണ് കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിന് വേണം ഈ ഒരു സീറോ ബേസ്ഡ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനും ഡീൽ ചെയ്യാനും വേണ്ടിയിട്ട്. പിന്നെ കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് വേണം. ട്രഡീഷണൽ മെത്തേഡിനെക്കാട്ടിലും അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റിനെക്കാട്ടിലും കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എക്സ്പെൻസീവ് ആണ്, അവർക്കൊക്കെ പൈസ കൊടുക്കണ്ടേ, അപ്പോൾ എക്സ്പെൻസീവ് ആണ്. അപ്പം പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മിസ്സാവാനുള്ള ചാൻസ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിന് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. വളരെ ചാലഞ്ചിങ് ആണ് ഓരോ ഡിസിഷൻ യൂണിറ്റ്സും ഡിസിഷൻ പാക്കേജസും ഡിഫൈൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആൻഡ് എക്സോസ്റ്റീവ് ആണ്. വളരെ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് വേണം ട്രഡീഷണൽ മെത്തേഡിനെക്കാട്ടിലും ഇത് കൈകാര്യം ചെയ്യാനായിട്ട്. പിന്നെ അതുകൊണ്ട് തന്നെ പൈസ കൂടുതലാണ്, എക്സ്പെൻസ് കൂടുതലാണ്. ഹോണസ്റ്റി ഓഫ് ദ മാനേജർ വളരെ റിലയബിളും യൂണിഫോമും ആയിരിക്കണം. പിന്നെ പോസിബിലിറ്റി, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മിസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓവർ ബർഡൻ ആണ്, ഡിമോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ്. നമുക്ക് അഡ്വാൻറ്റേജസിനകത്ത് എഴുതാം, ഡിസഡ്വാൻറ്റേജസിനകത്ത് എഴുതാം. അപ്പം ഡിമോട്ടിവേറ്റീവ് ആണ്. അതുപോലെ തന്നെ എന്താണ് മെയിനായിട്ടും പിന്നെ സീറോ ബേസ്ഡ് ആയിട്ടുള്ള ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സിനെ വേണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ സീറോ ബേസ്ഡ് ബഡ്ജറ്റ് ആൻഡ് നേരത്തെ പഠിച്ച ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റിംഗ് ഓർ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അത് നിങ്ങൾ നോക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ.